സമസ്ത സെന്റിനറിയുടെ മുന്നോടിയായി കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്രയുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ജില്ലാ യാത്രയ്ക്ക് കുറ്റിപ്പുറത്ത് സ്വീകരണം നൽകി. കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി നയിക്കുന്ന ജാഥയ്ക്ക് കുറ്റിപ്പുറം ഹൈവേ ജംഗ്ഷനിൽ സംഘടനാ നേതാക്കളായ ടി മുഹമ്മദ് അലി പുറമണ്ണൂർ, മുഹമ്മദ് ഹാജി മങ്കേരി, സയ്യിദ് ഇമ്പിച്ചിക്കോയത്തങ്ങൾ, ജമാൽ ഹാജി മാറാക്കര, ഹംസ മുസ്ലിയാർ, ഫൈസൽ ഹസനി, മുനീർ പാഴൂർ, അബൂബക്കർ ഹാജി കരേക്കാട്, ബഷീർ കൊടുമുടി, ഷംസുദ്ദീൻ ഹാജി, അബ്ദുൽ ഗഫൂർ എടയൂർ, കുഞ്ഞീദു കരേക്കാട്, സ്വലാഹുദ്ദീൻ സക്കാഫി, ബഷീർ കൊളക്കാട് എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. കേരളയാത്ര കടന്നു വരുന്നു. വർഗീയതയും വിദ്വേഷങ്ങളും വിഷം വമിക്കും നാടിൻ പരിസരം ഹൃദയം കൊണ്ട് ചേർന്നിരുന്ന് ജിന്ദാബാദ് കേരളയാത്ര, ജിന്ദാബാദ് കേരളയാത്ര, ജിന്ദാബാദ് കേരള. സ്വീകരണ സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ചെറുശോല ജലീൽ സക്കാഫി ഉദ്ഘാടനം ചെയ്തു. KMJ സോൺ പ്രസിഡന്റ് അബ്ദുസലാം അഹ്സനി അധ്യക്ഷത വഹിച്ചു. ലോകത്തെ എവിടെ പറുദീസയുണ്ടെങ്കിലും അങ്ങോട്ട് പോകാൻ താല്പര്യമുള്ളവരോ തയ്യാറെടുക്കുന്നവരോ അല്ല. മറിച്ച് നമ്മുടെ പൂർവിക പിതാക്കളോട് നിങ്ങൾ ആയുധങ്ങളൊക്കെ താഴെ വെച്ച് ഒരല്പനേരം ഞങ്ങളെ കൂടെ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ മക്ക എന്ന പരിശുദ്ധ നാട്ടിൽ താമസം ഒരുക്കി തരാം, നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാം. ബ്രിട്ടനെതിരെ, ഇവിടുത്തെ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ നിങ്ങളെ പട നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഞാൻ ജനിച്ച മണ്ണിൽ അല്ലാഹ് എന്നുച്ചരിച്ചുകൊണ്ട് എന്റെ മണ്ണിൽ ജനിച്ച മുഴുവൻ മനുഷ്യരെയും ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും അതല്ലെങ്കിൽ പണത്തിന്റെയും മറ്റൊന്നിന്റെയും പരിഗണനയില്ലാതെ എല്ലാവരെയും ഒരു കയ്യിൽ കാണുന്ന 10 വിരലുകൾ പോലെ കൈകോർത്ത് നിർത്തിക്കൊണ്ട് അല്ലാഹ് ഉറക്കം പ്രഖ്യാപിച്ച് ഞാൻ ഈ മണ്ണിൽ ജീവിക്കും, ഞാൻ ഈ മണ്ണിന് വേണ്ടി പടവെടുക്കും, ഞാൻ ഈ മണ്ണിൽ മരിക്കും എന്ന് പറഞ്ഞ പിതാക്കളുടെ മക്കളാണ് നാം. ഈ പിതാക്കളുടെ സന്താനങ്ങളായ നാം ഇസ്ലാം സമാധാനം, മുസ്ലിം സമാധാനം ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കണം. നമ്മുടെ ജീവിതമാണ് മറ്റുള്ളവർക്ക് പാഠമാകേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ വിശദീകരണങ്ങളാണ് നമ്മുടെ പ്രസംഗങ്ങളും എഴുത്തുകളുമൊക്കെ. ഈ വളർന്നു വരുന്ന തലമുറ നമ്മുടെ ജീവിതത്തെ കാണണം. ബഹ്റുൽ ഉലൂം ശൈഖുന വഖി ഉസ്താദ് അവിടുന്ന് പഠിപ്പിച്ച ശിഷ്യന്മാരും അവരെ ശിഷ്യന്മാരും അടങ്ങുന്നതാണ് കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാർ. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന അഡ്രസ്സിൽ പ്രവർത്തിക്കുന്ന 2 സംഘടനകളിൽ, അതേപോലെ തന്നെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്താൽ, സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്താൽ ആധികാരിക പണ്ഡിത സഭയുടെ എല്ലാം തലപ്പത്തിരിക്കുന്ന പണ്ഡിതന്മാർ ബഹ്റുൽ ഉലൂം ഓക്കെ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. ഇന്ത്യ പാകിസ്ഥാൻ ഒരു വിഭാഗം ആളുകൾ ശൈഖുന ഓക്കെ ഉസ്താദിനെ സമീപിച്ചുകൊണ്ട് അവരങ്ങ് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ നമുക്ക് പാകിസ്ഥാനിലേക്ക് നാട് കടക്കാം, ജനങ്ങളോടൊക്കെ നിങ്ങൾ അത് ആഹ്വാനം ചെയ്യണം. ഇവിടെ വല്ലാത്ത അക്രമങ്ങളും അനീതികളും നടക്കുകയല്ലേ, നമുക്കിവിടെ മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ലല്ലോ. ബഹുമാനപ്പെട്ട ശൈഖുന ഓക്കെ ഉസ്താദ് ആ സമയത്ത് പറഞ്ഞു, ഇന്നും ഞാൻ നിൽക്കുന്ന ഈ പള്ളിയിൽ ഉറക്കെ വാങ്ങി വിളിച്ചിട്ടുണ്ട്, നാളെയും ഈ പള്ളിയിൽ ഉറക്കെ കുത്തുബ ഓതി ജുമുഅ നിസ്കാരം നടക്കും. അതുകൊണ്ട് ഈ നാട് വിടേണ്ട ഒരു സാഹചര്യവും നമ്മുടെ നാട്ടിൽ ഇപ്പോഴില്ല എന്ന് ഓക്കെ ഉസ്താദിന്റെ ഉറച്ച സ്വരം അവരെ ലഭ്യരാക്കുകയായിരുന്നു ചെയ്തത്. യഥാർത്ഥ
ലോകത്തിന്റെ ഭൂതവും ഭാവിയും വർത്തമാനവും അറിഞ്ഞു നിയന്ത്രിക്കുന്ന ഉടമസ്ഥന്റെ പരിശുദ്ധ വിശേഷണം അസ്സലാം, സമാധാനത്തിന്റെ ദാതാവ് എന്നാണ്. ആ സമാധാനത്തിന്റെ ദാതാവ് കടലും കരയും മണ്ണും വിണ്ണും അത് നിറഞ്ഞു നിൽക്കുന്ന സചേതന അചേതന വസ്തുക്കളും മനുഷ്യ മനസ്സുകളുടെ സമാധാനത്തിലൂടെ ഈ ചരാചരങ്ങൾ മുഴുവനും സമാധാനത്തിൽ ജീവിക്കണം. അതാണ് അസ്സലാം, സമാധാനത്തിന്റെ ദാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന ഇസ്ലാം എന്ന സമാധാനം. ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആ സമാധാനം കൈവിടാതെ ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് ശാശ്വത ലോകത്ത് താമസിക്കാൻ തയ്യാർ ചെയ്തിരിക്കുന്ന ഭവനത്തിൻ്റെ പേര് ദാറുസ്സലാം, സമാധാനഗേഹം എന്നാണ്. അപ്പോൾ വിശ്വാസികളായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാനം എന്നത് തന്നെയാണ് മുസ്ലിങ്ങൾ നെഞ്ചേറ്റിയിട്ടുള്ളത്. അല്ലാഹ് എന്ന വിശ്വാസം, ഇരുട്ടിലും വെളിച്ചത്തിലും അല്ലാഹ്, സന്തോഷത്തിലും ദുഃഖത്തിലും അല്ലാഹ്, ആരോഗ്യത്തിലും രോഗത്തിലും അല്ലാഹ്, ക്ഷാമത്തിലും ക്ഷേമത്തിലും അല്ലാഹ്. മുതൽ കേരളീയ മുസ്ലിമീങ്ങളുടെ ആത്മീയ നേതൃത്വം കേരളത്തിന്റെ അനന്തപുരിയിലേക്ക് ഈ ബഹുസ്വര സമൂഹത്തോട് മൂല്യങ്ങളെയും അബ്ദുറഹ്മാൻ സഖാഫി, സയ്യിദ് സൈനുൽ ആബിദീൻ ജീലാനി മൂച്ചിക്കൽ, സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി കുരിയാട്, PKM സഖാഫി ഇരിങ്ങല്ലൂർ, PSK ദാരിമി എടയൂർ, മുഹമ്മദ് ഹാജി മുനിയൂർ, PKM ബഷീർ ഹാജി പടിക്കൽ, യൂസഫ് ബാക്കവി മാറഞ്ചേരി, അബ്ദുൽ ജബ്ബാർ ബാക്കവി വെൺകുളം, ജാഫർ ഇഫാനി എന്നിവർ സംസാരിച്ചു. ആളുകളെ ശ്രദ്ധിക്കുകയും അവരിലേക്ക് കൊള്ളുകയും കൊടുക്കുകയും